തീഹാർ ജയിൽ എന്ന് കേട്ടാൽ ഭയപ്പെടാത്തവരായിട്ട് ആരുമുണ്ടാവില്ല. എന്നാൽ ആ ഇരുമ്പുറകൾക്കുള്ളിൽ സ്വജീവൻ പണയം വെച്ചുകൊണ്ട് 30 വർഷം സേവനമനുഷ്ഠിച്ച ഒരു മലയാളി കന്യാസ്ത്രീയുണ്ട്. അതാണ് സിസ്റ്റർ RK ഏഞ്ചൽ. ജീവിതയാത്രയിൽ പാളിപ്പോയ മനുഷ്യരെ മാനസാന്തരത്തിൻ്റെ പാതയിലൂടെ പുതുജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ സിസ്റ്റർ കുറ്റാരോപിതരും നിരപരാധികളുമായ നിരവധി മനുഷ്യർക്ക് നിയമസഹായം നൽകിയും ഇനി എന്തെന്നറിയാതെ പകച്ചുനിന്ന അക്ഷരമറിയാത്ത പ്രതികൾക്ക് അക്ഷരങ്ങൾ പഠിപ്പിച്ചും ഈ മതിൽക്കെട്ടുകൾക്കപ്പുറം ഒരു ലോകമുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ സിസ്റ്റർക്ക് കഴിഞ്ഞു. യേശുക്രിസ്തു പകർന്നു നൽകിയ അപരനോടുള്ള സ്നേഹവും കരുതലും തന്നിലൂടെ പകർന്നു നൽകാൻ സിസ്റ്റർക്ക് കഴിഞ്ഞു. തീഹാർ ജയിലിലെ തൻ്റെ അനുഭവങ്ങൾ സൺഡേ ശാലോം ഓൺലൈനിനോട് സിസ്റ്റർ പങ്കുവയ്ക്കുന്നു. ഞാൻ സിസ്റ്റർ RK ഏഞ്ചൽ, കോതമംഗലം ആരാധനാ സന്യാസ സമൂഹത്തിലെ ഒരംഗമാണ്. കോതമംഗലം പ്രൊവിൻസിൽ നിന്നും ഡൽഹിയിൽ വർക്ക് ചെയ്യുന്നു. 30 വർഷത്തോളം ഡൽഹിയിലാണ് എൻ്റെ സേവന മണ്ഡലം. കേരളത്തിലെ ഞങ്ങളുടെ ആരാധന സഭയുടെ എല്ലാ പ്രൊവിൻസുകളിൽ നിന്നും മിഷൻ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും മിഷൻ പ്രവർത്തനം ആരംഭിക്കുവാൻ തീരുമാനിച്ചപ്പോൾ കോതമംഗലം പ്രൊവിൻസിന് കിട്ടിയത് ഒറീസയും പഞ്ചാബുമായിരുന്നു. എന്നാൽ മെട്രോപൊളിറ്റൻ സിറ്റീസിൽ ഏത് പ്രൊവിൻസിന് വേണ്ടിയാലും മിഷൻ തുടങ്ങാമെന്ന് വന്നപ്പോൾ കോതമംഗലം പ്രൊവിൻസുകാർ ഡൽഹിയിലാണ് ഒരു മഠം സ്ഥാപിച്ചത്. അങ്ങനെയാണ് ഞാൻ തൊടുപുഴക്കാരുത്തി ഡൽഹിയിലെത്താൻ ഇടയായത്. പിന്നെ ഡൽഹിയിൽ ചെന്നപ്പോൾ ഞങ്ങൾ എന്ത് പ്രവർത്തനം ചെയ്യണമെന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 40-ാം സെന്റൻസ്, ഈ ചെറിയവരിൽ ഒരുവിനെ നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് നിങ്ങൾ ചെയ്തത്. അന്ന് ഞങ്ങളുടെ വികാരിയായിരുന്ന അച്ഛൻ തീഹാർ ജയിലിൽ കുമ്പസാരിപ്പിക്കാൻ പോവുകയായിരുന്നു. അപ്പോൾ ഞങ്ങളെ കൂടെ കൂട്ടത്തിൽ കൊണ്ടുപോയി ഞങ്ങൾ 2 സിസ്റ്റേഴ്സ് അച്ഛൻ്റെ കൂട്ടത്തിൽ തീഹാർ ജയിലിൽ പോകാനിടയായി. തീഹാർ ജയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ജയിൽ സമുച്ചയം കോംപ്ലക്സ് ആണ്. 500 ഏക്കർ സ്ഥലത്തുള്ള ജയിൽ കോംപ്ലക്സ്. 1990-ലാണ് ഞങ്ങളവിടെ തുടങ്ങുന്നത്. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ 3 കെട്ടിടങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു 2000-3000 പ്രിസണേഴ്സ് ഉള്ള ഒരു ജയിൽ കോംപ്ലക്സ് തീഹാർ ജയിൽ. അപ്പോൾ ഞങ്ങളവിടെ അച്ഛൻ കുമ്പസാരിപ്പിക്കുമ്പോൾ ഞങ്ങൾ പ്രിസണേഴ്സുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അന്നത്തെ തിഹാർ ജയിലിലെ IG ആയിരുന്ന കിരൺ ബേഡി, ദ ഫസ്റ്റ് ലേഡി IPS ഓഫീസർ ഇൻ ഇന്ത്യ, പുള്ളിയായിരുന്നു അവിടുത്തെ IG. റൗണ്ട്സിന് വന്നപ്പോൾ ഞങ്ങളെ കണ്ടു. അപ്പോൾ ചോദിച്ചു, സിസ്റ്റേഴ്സ് എന്താ ഇവിടെ ഇരിക്കുന്നത്? കാത്തലിക് നൺസ് എങ്ങനെയാ തിഹാർ ജയിലിൽ കടന്നതെന്നാണ് പുള്ളി ചോദിച്ചത്. അപ്പൊ ഞങ്ങളിങ്ങനെ വിവരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അങ്ങനെ വെറുതെ വരണ്ട, തിഹാർ ജയിലിൽ പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങ് പോരാൻ പറഞ്ഞു. ഞങ്ങളെ ക്ഷണിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഞങ്ങൾ തിഹാർ ജയിലിലേക്ക് ഞങ്ങളുടെ പ്രവർത്തന മണ്ഡലം മാറ്റുന്നത്. IG തന്നെ ഞങ്ങൾക്ക് പാസ് ഉണ്ടാക്കി തന്ന് ഞങ്ങൾ ടീച്ചിങ് ആൻഡ് കൗൺസിലിങ്ങിനായിട്ട് അവിടെ വിളിക്കുകയാണ്. ഇപ്പൊ തിഹാർ ജയിലിലെ ഒരു IG സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോഗ്രാമാണ് പഠോ പഠാവോ. അതായത് പ്രിസണേഴ്സ് എല്ലാവരും വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ പ്രിസണേഴ്സ് ആയിട്ടുണ്ട്. അപ്പം അവര് മറ്റുള്ളവരെ എന്തെങ്കിലും പഠിപ്പിക്കുക, പഠിക്കാത്തവര് എന്തെങ്കിലും പഠിക്കുക. ഇങ്ങനെ ആ പഠോ പഠാവോ എന്നുള്ള പ്രോഗ്രാം അനുസരിച്ച് എല്ലാ ദിവസവും 9 തുടങ്ങി 11 വരെ ഒരു സ്റ്റഡി ടൈം ആയിരുന്നു. ജയിലിന് വളരെ അടുത്ത് തന്നെയായിരുന്നു ഞങ്ങളുടെ കോൺവെന്റും. അപ്പോൾ ഞങ്ങൾ കോൺവെന്റ് അവിടെ ചെന്നിട്ട് പഠിപ്പിക്കും, കൗൺസിലിങ്. അവിടുത്തെ പ്രിസണേഴ്സ് അധികം പേരും ആന്ധ്ര, ബീഹാർ, ഒറീസ ഈ സ്റ്റേറ്റുകളിൽ നിന്നൊക്കെയുള്ള ലേബർ ക്ലാസ്സിൽപ്പെട്ട ചെറുപ്പക്കാരായിരുന്നു. അധികം പേരും അൺഎഡ്യൂക്കേറ്റഡ് ആണ്, സ്കൂൾ കണ്ടിട്ടേ ഇല്ലാത്തവരുണ്ട്. പിന്നെ 2-3 ക്ലാസ്സിലൊക്കെ പഠിച്ചെങ്കിലും എഴുതാനും വായിക്കാനും ഒന്നും അറിയാൻ പാടില്ലാത്ത ആൾക്കാരായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളവരെ അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് തന്നെ ഹിന്ദി പഠിപ്പിക്കാനും ഇംഗ്ലീഷ് പഠിപ്പിക്കാനുമാണ് ഞങ്ങൾ പരിശ്രമിച്ചത്. എങ്ങനെയാണെങ്കിലും അത് വളരെയധികം വിജയിച്ചു. 5-8 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും അവരൊരു ഹിന്ദി പുസ്തകം വായിക്കാനൊക്കെ അവർക്ക് അതിനുമാത്രമുള്ള നോളജ് കിട്ടിയതുകൊണ്ട് എല്ലാവർക്കും നല്ല സംതൃപ്തിയായിരുന്നു. അപ്പൊ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ കൂടുതൽ ആൾക്കാർ ക്ലാസ്സിൽ ചിലപ്പോൾ 40-50 പേരൊക്കെ ആയിരുന്നു. പിന്നെ 60, 70, 80 ഒക്കെ ആയിട്ട് പ്രിസണേഴ്സ് തന്നെ വരാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾക്ക് ജയിലിനെ കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലായിരുന്നു നേരത്തെ. അപ്പം ഒരു ദിവസം ക്ലാസ്സിലുള്ള കുട്ടികൾ പിറ്റേ ദിവസം കാണില്ല. അപ്പൊ ഞങ്ങൾ പോലീസിനോട് ചോദിക്കുക എന്നാ പറ്റിയേ? അപ്പൊ അവര് പറയും അവർ കോർട്ടിൽ പോയി എന്ന്. 65% ആൾക്കാരും പ്രിസണേഴ്സും 65% അണ്ടർ ട്രയൽസ് ആണ്. അണ്ടർ ട്രയൽസ് എന്ന് പറഞ്ഞാൽ അവര് കോടതിയിൽ പോയി കുറ്റവിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. കൺവിക്റ്റഡ് ആയിട്ടുള്ള ഒരു വളരെ ചുരുക്കം പ്രിസണേഴ്സേ ഉള്ളൂ. പിന്നെ കൺവിക്റ്റഡ് ആയെങ്കിൽ മാത്രമേ അവർക്ക് ജോലി ചെയ്യാൻ അവകാശമുള്ളൂ, എങ്കിലേ അവർക്ക് ജോലി ചെയ്താൽ എന്തെങ്കിലും കിട്ടുകയുള്ളൂ. അപ്പൊ ഈ കുട്ടികൾ, ഈ ചെറുപ്രായക്കാര്, ഇവർക്ക് ജോലിയില്ല, ഒന്നും ചെയ്യാനും പറ്റത്തില്ല.
ചെയ്താലും ഒന്നും കിട്ടില്ല. പിന്നെ പോലീസുകാരുടെ എല്ലാത്തരം ജോലികളും ചെയ്തുകൊണ്ട് ഇവരങ്ങനെ നിൽക്കുകയുള്ളൂ. അപ്പൊ ഇവർക്ക് മോറലായിട്ട് യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്തത് കൊണ്ട് ഇവരുടെ ജീവിത നിലവാരം സാഹചര്യങ്ങൾ ഇങ്ങനെ ആയിപ്പോയി. അപ്പൊ ഞങ്ങൾ ഇവർക്ക് മോറലായിട്ടൊരു എഡ്യൂക്കേഷൻ കൊടുക്കാനാണ് ആദ്യം ശ്രമിച്ചത്. കാരണം അവരുടേത് ഒരു കാടൻ നിയമം എന്ന് പറയുന്ന രീതിയിലുള്ളതായിരുന്നു. ഇങ്ങോട്ട് ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ അങ്ങോട്ട് ചെല്ലുക, അത്രയേ ഉള്ളൂ അവർക്ക്. അതിലപ്പുറം ജീവനെ ഒരു വില കൊടുത്തിട്ടില്ലാത്തൊരു ജീവിതമായിരുന്നു അവർക്ക്. അതുകൊണ്ട് അവരുടെ മനസ്ഥിതി മാറ്റി ഒരു നല്ല മനുഷ്യരാക്കാൻ മാത്രം ഞങ്ങൾ പരിശ്രമിച്ചത്. ആദ്യമൊക്കെ അവരോടത്ത് സിസ്റ്റേഴ്സ് അകത്ത് വന്നിരിക്കുന്ന മതപരിവർത്തനം നടത്താനാണെന്ന് വിചാരിച്ച് പോലീസുകാരൊക്കെ വളരെ സംശയദൃഷ്ടിയായിരുന്നു നോക്കിയിരുന്നത്. പക്ഷേ അവരും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരും. അപ്പോൾ അവർക്ക് മനസ്സിലായി ഞങ്ങൾ മതത്തെക്കുറിച്ച് യാതൊന്നും പറയുന്നില്ല, പറയുകയാണെങ്കിൽ തന്നെയും സ്നേഹത്തെക്കുറിച്ചും ക്ഷമയെക്കുറിച്ചും മാത്രം പറയുന്നത്. അങ്ങനെ ടീച്ചിങ്ങും കൗൺസിലിങ്ങും ആയിട്ട് പിന്നെ ലീഗൽ സർവീസ് കൊടുക്കുമായിരുന്നു ഞങ്ങൾ. ഈ പാവങ്ങൾ വന്നു കഴിയുമ്പോൾ ഇവര് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ ജോലിക്ക് വന്നിരിക്കുന്നവര് ജോലിയുടെ ഇടയ്ക്ക് ചെറിയ ചെറിയ പെറ്റി ക്രൈംസിന് ജയിലിലാകുന്നവരായിരിക്കും. പക്ഷെ അങ്ങനെയുള്ളവര് അവരുടെ വീട്ടുകാരും അറിയുന്നില്ല ഇവർ ജയിലിലാണെന്ന്. അപ്പൊ ഇവർക്ക് യാതൊരു സഹായവും കിട്ടില്ല. ഇട്ടിരിക്കുന്ന ഡ്രസ്സുമായിട്ടായിരിക്കും അവർ വന്നിരിക്കുന്നത്. ആരും വിസിറ്റ് ചെയ്യാൻ വരുന്നില്ല. ഒരു പ്രസിഡന്റ് ഒരു വർഷം പറഞ്ഞു, ഞാൻ 14 വർഷമായി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് എനിക്കിതുവരെയും ഒരു എഴുത്ത് പോലും കിട്ടിയിട്ടില്ല, ഒരാൾ സന്ദർശിക്കാൻ വന്നിട്ടില്ല. കാരണം അങ്ങനത്തെ ഒരവസ്ഥയിലാകുമ്പോൾ നമ്മളുടെ സാന്നിധ്യമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിരുന്നത്. ഇങ്ങനെ നമ്മൾ കാണാനായിട്ട് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ വേറെ യാതൊരു ഉദ്ദേശവും ഇല്ലാതെ നമ്മളുടെ സാന്നിധ്യം അവർക്ക് കൊടുക്കുമ്പോൾ, കരുണയോടുകൂടി സംസാരിക്കുമ്പോൾ അവര് തന്നെ മാറുകയാണ് ചെയ്യുന്നത് ആൾക്കാര്. അതായിരുന്നു ഞങ്ങളുടെ അനുഭവം. വക്കീലാരാന്നറിയത്തില്ല, എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അപ്പൊ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് അവരെ പിക്കപ്പ് ചെയ്യും. എന്നിട്ട് അവരെ കോടതി കൊണ്ടുപോയി വക്കീലുമായിട്ട് പരിചയപ്പെടുത്തും. അപ്പോൾ പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള പ്രൊസീജിയർ ഒക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ലീഗലായിട്ട് നല്ലൊരു സപ്പോർട്ട് കൊടുക്കാൻ വളരെയധികം കേസുകൾ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം ഞങ്ങൾ ചെയ്തത്, നമ്മളുടെ എല്ലാ ക്രിസ്മസിന് ഈസ്റ്ററിനൊക്കെ നമ്മൾ പ്രെയർ സർവീസുകൾ നടത്തും. അപ്പം നമ്മൾ എല്ലാവരെയും വിളിക്കും. ഇവരെ എല്ലാവരെയും വിളിച്ച് നടത്തി. അപ്പം അവർക്ക് നല്ല ടോക്കുകളൊക്കെ കൊടുത്തു കഴിയുമ്പം അവർക്ക് മാനസികമായിട്ടൊരു ഉന്മേഷം കിട്ടാൻ വേണ്ടിയിട്ടുള്ള, അതിന് ജയിലുകാർക്ക് യാതൊരു തടസ്സവും ഇല്ല. അപ്പം അവർ പറയും വരാനിഷ്ടമുള്ളവരെല്ലാം വന്നോളാൻ പറയും. അങ്ങനെ ഞങ്ങൾ ഒത്തിരി റിന്യൂവൽ പ്രോഗ്രാംസ് നടത്തുമായിരുന്നു. പിന്നെ സ്കൂളുകളിൽ, ഡൽഹിയിലെ മിക്കവാറും എല്ലാ സ്കൂളുകളിലും, ക്രിസ്ത്യൻ സ്കൂളുകൾ മാത്രമല്ല എല്ലാ സ്കൂളുകളിലെയും കുട്ടികളെ കൊണ്ട് പ്രോഗ്രാംസ് നടത്തിക്കും. കാരണം ഇവർക്കൊരു മനോരഞ്ജൻ കേലിയെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു മാനസിക ഉല്ലാസം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ കുട്ടികളെ കൊണ്ടുവന്ന്, അപ്പം അവർ ചിലരൊക്കെ പ്രോഗ്രാമിൻ്റെ സമയത്ത് മുഴുവൻ ഇരുന്ന് കരയും. അവരുടെ കുട്ടികളെ കുറിച്ചായിരിക്കും അവർ ഓർമ്മിക്കുന്നത്. അങ്ങനെ ഇവരെ ജയിലിൽ കോടതി ചെന്ന് കഴിയുമ്പം മജിസ്ട്രേറ്റ് ഒരു ഫൈൻ ഇട്ടിട്ടാണ് ജഡ്ജ്മെന്റ് കൊടുക്കുമ്പോൾ പറയും 2000 രൂപ ഫൈനും പിന്നെ 2 വർഷം ജയിലിൽ കിടക്കണമെന്ന് കൊടുക്കും. അപ്പൊ ഇവര് 2 വർഷം ജയിലിൽ കിടന്നാലും ഇവർക്ക് 2000 രൂപ കൊടുക്കാൻ വഴിയില്ല. ഇവർ 2 കൊല്ലം അവിടെ കിടന്നു. അത് കഴിയുമ്പോൾ പിന്നെ നീണ്ടു കിടക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രിസണേഴ്സിന് ഞങ്ങൾ പൈസ കൊടുത്തിട്ട് ആ 2000 രൂപ ഫൈൻ കൊടുത്ത് അവരെ റിലീസ് ചെയ്യും. അങ്ങനെ 100 കണക്കിന് ആൾക്കാരെ ഞങ്ങൾക്ക് റിലീസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഈ പ്രിസൺ മിനിസ്ട്രി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ഓർഗനൈസേഷനാണ്. കേരളത്തിൽ ജീസസ് ഫ്രറ്റേണിറ്റിയും വർക്ക് ചെയ്യുന്ന, കേരളത്തിലെ ജീസസ് ഫ്രറ്റേണിറ്റി അത് ഒരു റിലീജിയസ് പേരായതുകൊണ്ട് കേരളത്തിന് പുറത്തേക്ക് പോയപ്പോൾ ജീസസ് ഫ്രറ്റേണിറ്റി മാറിയിട്ട് പ്രിസൺ മിനിസ്ട്രി എന്നാക്കിയതാണ്. ഒത്തിരി നന്മകൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു മിനിസ്ട്രിയാണ് ഇത്. പിന്നെ ഇവരുടെ വീട്ടുകാരെയൊക്കെ സന്ദർശിക്കും, പ്രിസണേഴ്സിനെ. അന്ന് 3 ജയിലിലായിട്ട് 1000 അഡലസന്റ് ബോയ്സ് ഉള്ള ഒരു ജയിലുണ്ട്. പിന്നെ ഒരു 650 സ്ത്രീകൾ അവരുടെ കുഞ്ഞുങ്ങളുമായിട്ട്, പിന്നെ നോർമൽ ആയിട്ടുള്ള, അങ്ങനെ 3 ജയിലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ തീഹാർ ജയിൽ എന്ന് പറഞ്ഞാൽ 12 ജയിലുകളാണ്. ഈ 500 ഏക്കർ സ്ഥലത്ത് 12 ജയിലുകളാണ് പ്രവർത്തിക്കുന്നത്. ജയിലിന്റെ നിയമം അനുസരിച്ച് 5 വയസ്സ് വരെയും കുഞ്ഞുങ്ങൾക്ക് അമ്മമാരുടെ കൂട്ടത്തിൽ താമസിക്കാം. 5 വയസ്സ് കഴിയുമ്പോൾ ഫാമിലി അവരെ കൊണ്ടുപോകണം. അപ്പൊ എവിടെയെങ്കിലും ഹോംസുകളിലാക്കുവോ, ഷെൽട്ടർ ഹോംസിലാക്കും, ഓർഫനേജസിലാക്കും, അല്ലെങ്കിൽ ചിലർ ഫാമിലി ഉള്ളവരുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുപോകും. അങ്ങനെ ഈ കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷന് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡൽഹിയിൽ തന്നെ നോയിഡയിൽ നമുക്കൊരു ക്ലാരിസ്റ്റ് സിസ്റ്റേഴ്സ് അവരുടെ സ്കൂളിന്റെ ഭാഗമായിട്ടുള്ള ഹോസ്റ്റലില് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബോർഡിംഗ് പോലെ നടത്തുന്നുണ്ട്.
ഈ ജയിലിൽ നിന്നുള്ള കുട്ടികളെ അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കും. അവരുടെ എല്ലാ ചെലവുകളും ഈ കോൺഗ്രേഷനാണ് എടുക്കുന്നത്. അങ്ങനെ അപ്പോൾ ഇവർക്കെല്ലാം താല്പര്യമാണ്. അവിടെ ഞങ്ങൾ ആ കുട്ടികളെ ജയിലിലെ പ്രോഗ്രാമിനൊക്കെ കൊണ്ടുവരും. അപ്പോൾ ഓഫീസേഴ്സ് തന്നെ ചോദിക്കും ഞങ്ങളുടെ കുട്ടികളെ കൂടെ അവിടെ താമസിപ്പിക്കാവോ എന്ന്. അപ്പോൾ അങ്ങനെ ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ പിള്ളേർക്ക് വേണ്ടിയിട്ടും കൂടെ പ്രിസൺ മിനിസ്ട്രി ഞങ്ങൾ മുൻകൈയെടുത്ത് നടത്തി അവരെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഫൈൻ കൊടുക്കാനില്ലാത്തവർക്ക് ഫൈൻ കൊടുത്ത് ഇവരെ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ അവർ തിരിച്ച് നാട്ടിൽ എത്തിച്ചെത്തി കഴിയുമ്പോൾ അവർ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യും. പിന്നെ നമ്മൾ അവരുടെ ഒരു ഫാമിലി മെമ്പർ പോലെയാണ്. ഒരു 4-5 ഗേറ്റ് കടന്നു വേണം, ഇരുമ്പ് ഗേറ്റ് കടന്നാണ് ജയിലിനുള്ളിൽ കടക്കുന്നത്. അപ്പൊ ആദ്യത്തെ ദിവസം ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 2 പോലീസുകാരുന്ന ഞങ്ങൾ ഉദ്ദേശിച്ച് 2 പേര് നല്ല വെള്ള കുർത്ത പൈജാമയൊക്കെ ഇട്ട് ഞങ്ങൾ 2 വശത്തും ഇന്ന് ഞങ്ങളെ ഓരോ ഗേറ്റ് കടത്തി ക്ലാസ് എടുക്കുന്നവരും വരെ കൊണ്ടുപോവാണ്. അപ്പൊ ഞങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്നത് ഇവര് പോലീസുകാരായിരിക്കുന്നു. വളരെ ഡീസൻ്റ് ആയിട്ടുള്ള പെരുമാറ്റം ഇങ്ങനെ. പക്ഷെ ഒന്നും സംസാരിക്കുന്നില്ല. കാരണം അന്ന് ഞങ്ങൾക്ക് അധികം ഹിന്ദി അറിയാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മുടെ ഭാഗത്തുനിന്നും സംസാരിക്കണില്ല. അപ്പൊ ഞങ്ങൾ തമ്മിൽ സംസാരിക്കും പോയി. 2 ദിവസം ഇങ്ങനെ ഇവര് തന്നെ വന്നു. 3ാമത്തെ ദിവസം വന്നപ്പോൾ ഇവരെ കണ്ടില്ല. അപ്പം വന്നു കഴിഞ്ഞപ്പോൾ തമിഴ്നാട് പോലീസാണെന്ന് തോന്നുന്നു ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് മലയാളം മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു ഇന്നലെ വന്ന പോലീസുകാർ എന്തെന്ന് ചോദിച്ചു. അന്നേരം അവര് പറഞ്ഞു ഇന്നലെ വന്നത് പോലീസുകാരല്ല 2 പ്രിസണേഴ്സ് എന്ന് പറഞ്ഞു. പ്രിസണേഴ്സ് എന്ന് പറഞ്ഞിട്ടും അന്നേരം ഈ തമിഴ്നാട് പോലീസ് ഉടനെ പറഞ്ഞു ഇരട്ട കൊലപാതകം ചെയ്ത കൊലപാതകളികളാണ് നിങ്ങളെ എസ്കേർട്ട് ചെയ്ത് കൊണ്ടുപോയിരുന്നത്. അന്നിങ്ങനെ സംഭവിച്ചു. അത് കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ ഇവര് 2 പേരും റിലീസായി. ഒരു ദിവസം ഞങ്ങൾ ജയിലിലേക്ക് കയറി ചെല്ലുമ്പം പറഞ്ഞു പോലീസുകാർ പറഞ്ഞു സിസ്റ്റർ ഏഞ്ചലിനെ അന്വേഷിച്ച് 2 പേരോട് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ചോദിച്ചാൽ ആരും ഇവിടെ ഞങ്ങളെ അന്വേഷിച്ച് വരാൻ ആരും ഇല്ലല്ലോ. അപ്പൊ പറഞ്ഞു വലിയ പോസ്റ്റ് കാറിലൊക്കെയാണ് വന്നത്, ഫോറിൻ കാറിലാണ് വന്നത്. അപ്പൊ ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയം നോക്കി ഇവര് നിൽക്കുകയായിരുന്നു. ഞങ്ങൾ ഗേറ്റ് കടന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഇവര് ഉടനെ കാറും കൊണ്ട് വന്നു. ഞങ്ങൾക്ക് യാതൊരു ഊഹമില്ല ആരാണ് വരുന്നത്. എന്നിട്ട് ഉടനെ അവർ പേര് പറഞ്ഞു. അന്ന് ഞങ്ങളെ എസ്കേർട്ട് ചെയ്ത കൊലയാളികൾ എന്ന് പറഞ്ഞ ആ പ്രിസണേഴ്സ് ആയിരുന്നു. അവർ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പുതിയ വ്യക്തികളായിട്ട് 2 പേരും. എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങളെ ഈ വ്യക്തി ഇതുപോലെ ആക്കിയത് നിങ്ങളാണെന്ന് പറഞ്ഞ് ഞാൻ വലിയ സന്തോഷത്തോടു കൂടി അവര് ഞങ്ങളെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. ആദ്യത്തെ അവസ്ഥയും 2ാമത്തേതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഇവർക്ക് വേണ്ടി ജോലി ചെയ്യണം, ഇവരെ സഹായിക്കണം, അവിടെ നിർത്തണം എന്നുള്ളൊരു ഉള്ളിൽ നമുക്കൊരു നല്ല തൃപ്തി ഉണ്ടായത്, നമ്മുടെ സേവനത്തിന് കിട്ടിയ നല്ല തൃപ്തിയായത് അപ്പോഴായിരുന്നു. പിന്നെ ഒരു മലയാളി ഉണ്ടായിരുന്നു. 3.5 വർഷം ജയിലിൽ കിടന്നു. പക്ഷേ ചെയ്യാത്ത കുറ്റത്തിന് ചെയ്തതായിരുന്നു. താഴെയുള്ളവർ സൈൻ ചെയ്ത പേപ്പർ പുള്ളി ഫോണിലെത്തിയപ്പോൾ സൈൻ ചെയ്തതേ ഉള്ളൂ. പക്ഷെ തെറ്റുകാരനല്ലായിരുന്നു. 3.5 വർഷം കിടന്നു. അപ്പൊ വന്നു കഴിഞ്ഞ ഉടനെ പുള്ളി വളരെ ഗ്ലൂമി ആയിരുന്നു. സൂയിസൈഡിനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ ഇരുന്നിരുന്നു. അപ്പൊ ഞാൻ ഇന്ന് ബൈബിൾ ചെല്ലുമ്പോൾ ഒരു ബൈബിൾ എടുത്ത് കൊടുക്കും, ഒരു പോർഷൻ അടയാളപ്പെടുത്തി കൊടുക്കും. മേനൻ സാറേ ഇതൊന്ന് വായിച്ചു നോക്ക്. പല പ്രാവശ്യം പറഞ്ഞപ്പോൾ എനിക്കിന്ന് നാളെ വായിക്കാം സിസ്റ്ററെ, നാളെ വായിക്കാം. ഒരിക്കലും വായിച്ചിട്ടില്ല. അപ്പൊ അവസാനം ഒരു ദിവസം ഒരു 6 മാസം കഴിഞ്ഞപ്പം മേനൻ സാർ പറഞ്ഞു ഇനിയും സിസ്റ്റർ ചോദിക്കുമ്പം വായിച്ചില്ല എന്ന് പറയാൻ ഉള്ള മടി കൊണ്ട് മാത്രം ഞാൻ ഇന്ന് വായിക്കട്ടെ എന്ന് പറഞ്ഞു പുള്ളി ഇരുന്ന് വായിക്കാൻ തുടങ്ങി. അപ്പസ്തല പ്രവർത്തനങ്ങൾ വായിക്കാൻ തുടങ്ങിയിട്ട് മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളി നിർത്തിയത്. പുള്ളിയുടെ കേസ് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ മജിസ്ട്രേറ്റ് ചോദിച്ചു സാറ് വളരെ എഡ്യൂക്കേറ്റഡ് മനുഷ്യനാണല്ലോ, എന്തിനാ ഈ വക്കീൽമാരെ ആശ്രയിക്കുന്നത്, അവര് വരുന്നില്ലല്ലോ കേസിനൊന്നും, സാറിന് തന്നെ അങ്ങ് വാദിക്കാൻ പാടില്ല എന്ന് ചോദിച്ചു. അപ്പൊ സാറ് പറഞ്ഞു എനിക്ക് 2 ബുക്സ് ഒന്നുമില്ല. മജിസ്ട്രേറ്റ് എന്നോട് പറഞ്ഞു സിസ്റ്റർ ഏഞ്ചല് സൂപ്രണ്ടിനോട് പറയാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് സാറിന് ആവശ്യമുള്ള ലോ ബുക്സ് ഒക്കെ കൊടുക്കണമെന്ന് പറഞ്ഞ് പുള്ളി തന്നെ കേസ് വാദിക്കാനായിട്ട് സാധിച്ചപ്പം ആദ്യത്തെ അവസ്ഥയില് സൂയിസൈഡിനെ കുറിച്ച് തന്നെ ചിന്തിച്ചു. കാരണം പുള്ളിയുടെ വൈഫ് വിട്ടുപോയി, മക്കള് 2 പേരും കോണ്ടാക്ട് ഇല്ലാണ്ടായി. അപ്പൊ എല്ലാരും ഉപേക്ഷിച്ചു. അപ്പൊ ഇനി മരിച്ചിട്ട് തന്നെ ഉള്ളൂന്ന് വിചാരിച്ചിരുന്ന ആളാണ്. എന്നിട്ട് പിന്നെ സാറിനെ ഇങ്ങനെ എല്ലാ ദിവസവും കാണുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ സാറ് ചിന്തിച്ചു തുടങ്ങി, കേസ് വാദിക്കാൻ തുടങ്ങി. ഈശോയിൽ നല്ല വിശ്വാസം വന്നു കഴിഞ്ഞപ്പോൾ അവസാനത്തെ സ്റ്റേജിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം സാറ് സ്വപ്നം കാണുകയാണ്. വ്യാഴാഴ്ചയാണ്. പറഞ്ഞു ഈസ്റ്റർ ആകുമ്പോഴത്തേക്കും സാറ് പുറത്തിറങ്ങുമെന്നാണ് സാറ് സ്വപ്നം കാണുന്നത്. എന്നിട്ട് സാർ എന്നോട് പറഞ്ഞു ഏഞ്ചൽ സിസ്റ്റർ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, ഇന്ന് വ്യാഴാഴ്ചയായി, വെള്ളിയാഴ്ച കോർട്ടില്ല, വ്യാഴാഴ്ച കോർട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറയാണ് നാളെ കോർട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്, ചേംബറിൽ കോർട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്, സാറിനോട് നാളെ ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വെള്ളിയാഴ്ച പോലും
കോർട്ട് മീറ്റ് ചെയ്തിട്ട് അവർ തീരുമാനം എടുക്കുകയാണ്. ദുഃഖ ശനിയാഴ്ചയും കൂടെ അറ്റൻഡ് ചെയ്ത് 3:30 ആയപ്പോഴത്തേക്കും സാറിനെ റിലീസ് ചെയ്തു. അത് കഴിഞ്ഞ് പുള്ളി ഇപ്പോൾ സുവിശേഷ പ്രസംഗനായിട്ട് നോർത്തേൺ റീജിയൻ മുഴുവനും വിൻസെഷൻ ഫാദേഴ്സിന്റെ കൂട്ടത്തിൽ സുവിശേഷം പ്രസംഗിക്കുകയാണ്. സൊസൈറ്റിയിലെ ദ ലോസ്റ്റ്, ലാസ്റ്റ് ആൻഡ് ലീസ്റ്റ് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് തടവറ മക്കളാണ്. ഒരാൾ ജയിലിൽ കിടക്കുമ്പോൾ ഒരു വ്യക്തിയല്ല കിടക്കുന്നത്, ആ കുടുംബം മുഴുവനും, അവരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ദയനീയ അവസ്ഥയിൽ ആ സങ്കടത്തിൽ പങ്കെടുക്കുകയാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി ഒരു വ്യക്തിയെ നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ ഫലം നമുക്ക് കാണാൻ സാധിക്കും. നമുക്കുണ്ടായിരിക്കേണ്ട 2 ഗുണം, കരുണയും സ്നേഹവും, അത് രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് വ്യക്തികളെയും മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് നല്ല ബോധ്യമുണ്ട്.